കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതി. സർ, കൊച്ചിയിലെ നഗരപ്രദേശങ്ങളെ ആസൂത്രിതവും സജീവവും ഊർജ്ജസ്വലവുമായ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഭൂമി പുനഃക്രമീകരണമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ദ്വീപുകൾ ഒഴികെ ഏകദേശം 210 ഹെക്ടർ ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കും. കേരളത്തിലെ മറ്റു നഗരപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും. കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, സഹകരണ ഭവന പദ്ധതി. സർ, സംസ്ഥാനത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി വളരെ വിപുലമായ ഒരു സഹകരണ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. സർ, നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മുടെ നഗരങ്ങളിൽ 1,00,000 ഭവനങ്ങളെങ്കിലും നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഈ പദ്ധതി. വലിയ തോതിൽ സർക്കാർ ജീവനക്കാർക്കും ഈ പദ്ധതി സഹായകരമാവും. ഡൽഹി, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഭവന പദ്ധതിയുടെ മാതൃകയിൽ ബഹുനില അപ്പാർട്ട്മെൻറ്റുകളും സമുച്ചയങ്ങളും കുറഞ്ഞത് 20 ഭവനങ്ങളുള്ള റെസിഡൻഷ്യൽ ക്ലസ്റ്ററുകളും നിർമ്മിക്കും. സർ, പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിലും വികസനത്തിലും ഉപഭോക്താക്കളുടെ സഹകരണ സൊസൈറ്റിക്ക് ഒരു ഡെവലപ്പറുടെ ചുമതലയാണ് ഉണ്ടാവുക. തദ്ദേശ സ്വയംഭരണ ഹൗസിംഗ് സഹകരണ വകുപ്പുകൾ സഹകരിച്ച് വിശദമായ പദ്ധതി രൂപീകരിക്കും. പദ്ധതിയുടെ ഭാഗമായി ഭവന വായ്പകൾക്ക് പലിശ ഇളവ് നൽകുന്നതിന് ഈ വർഷം 20 കോടി രൂപ വകയിരുത്തുന്നു. വയോജന സൗഹൃദ കേരളം. സർ, ജനസംഖ്യാ പരിണാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആമുഖത്തിൽ പറയുകയുണ്ടായി. വയോജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാ വയോജനങ്ങൾക്കും പാലിയേറ്റ് കെയറിനും മരുന്നിനും ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പരിചരണത്തിനും അവകാശമുണ്ട്. ഈ അവകാശങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യം, സാമൂഹ്യക്ഷേമം, തദ്ദേശ സംവരണം തുടങ്ങിയ വകുപ്പുകളുടെ ബന്ധപ്പെട്ട സ്കീമുകൾ ഒരു പ്രാദേശിക തലത്തിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര പരിപാടിക്ക് ഈ ബജറ്റിലൂടെ രൂപം നൽകുകയാണ്. സർ, സർക്കാർ അംഗീകൃത ഡിജിറ്റൽ ഗ്രിഡിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കിടപ്പ് രോഗികൾക്കും മേൽപ്പറഞ്ഞവയെല്ലാം ഉറപ്പു നൽകുന്നു. പാലിയേറ്റീവ് സംഘടനകളെ പ്രാദേശിക തലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടാവും പദ്ധതി നടപ്പാക്കുന്നത്. സൗജന്യമായി നൽകുന്ന സേവനങ്ങൾക്ക് പുറമെ സ്ഥിരം കെയർ ഗിവർ, ഡയറ്റ് ഭക്ഷണം, AI സർവൈലൻസ് തുടങ്ങിയ എന്നിവ ഫീസ് ഈടാക്കിയും ലഭ്യമാക്കും. കിടപ്പ് രോഗികളല്ലാത്ത വയോജനങ്ങൾക്ക് ആരോഗ്യകരമായ പ്രായമാകൽ പദ്ധതി ഹെൽത്തി ഏജിംഗ് നടപ്പിലാക്കും. നിലവിലുള്ള വിവിധങ്ങളായ സ്കീമുകളുടെ സംയോജനത്തിലൂടെയാണ് പണം കണ്ടെത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ നന്നായി ഇടപെടാൻ കഴിയും. പദ്ധതിയുടെ അധിക ധനസമാഹരണത്തിനായി 50 കോടി രൂപ ഈ വർഷം വകയിരുത്തുന്നു. വാർദ്ധക്യകാലത്തെ സജീവമാക്കുന്നതിനായി സംസ്ഥാനത്ത് നിലവിലുള്ള പാർക്കുകളിൽ മുതിർന്ന പൗരന്മാർക്കായി ഓപ്പൺ എയർ വ്യായാമ യന്ത്രങ്ങൾ കൂടി സജ്ജീകരിച്ച് മൾട്ടി ജനറേഷൻ പാർക്കുകളായി മാറ്റും. ഇതിനായി 5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ന്യൂ ഇന്നിങ്സ്. സർ, മുതിർന്ന പൗരജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയവും ഉപയോഗപ്പെടുത്തി പുതുസംരംഭങ്ങൾ, വ്യവസായങ്ങൾ എന്നിവ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. ലോകത്തെ പ്രമുഖരായ ചില വ്യവസായികൾ വ്യവസായ വാണിജ്യ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് മുതിർന്ന പൗരന്മാരായതിനു ശേഷമാണ്. മുതിർന്ന പൗരന്മാരെ സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമാക്കാനും സാമൂഹികമായി സജീവമാക്കാനും ഈ പദ്ധതി സഹായിക്കും. പദ്ധതിയുടെ നടത്തിപ്പിനായി ഈ വർഷം 5 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം. സർ, അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെ MLA മാർക്ക് വീതിയേറി 6 വരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയും. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് 2016 മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. 2025 അവസാനത്തോടു കൂടി ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപയോളം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ നൽകിയുണ്ടായി. ഇതുകൂടാതെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. സർ, കിഫ്ബി 2024 ഡിസംബർ 31 വരെ 87,436.87 കോടി രൂപയുടെ 1147 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. ഇതിൽ 20,000 കോടി രൂപ വൻകിട വികസന പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിന് മാറ്റിവെച്ചതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016-17 മുതൽ 2021 വരെ കിഫ്ബി പദ്ധതികൾക്കായി 5 വർഷം കൊണ്ട് 10,500 കോടി രൂപ ചിലവഴിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ കിഫ്ബി പദ്ധതികൾക്കായിട്ട് 22,298 കോടി രൂപയാണ് നാളിതുവരെ ചെലവഴിച്ചത്. കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡൽ. സർ, കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും.